everyone, welcome to new video. എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പുതിയ വേക്കൻസി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. 8ഓളം തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ മുഖേനയായിരിക്കും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എക്സാമോ മറ്റു കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യേണ്ടതായി വരുന്നില്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കും പോവാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ്, സാലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ അണ്ടറിൽ വരുന്ന ഹില്ലി അക്വ വാട്ടർ ബോയിലിംഗ് പ്ലാന്റിലെ ആലുവ ബ്രാഞ്ചിലേക്കും കട്ടപ്പന ബ്രാഞ്ചിലേക്കുമാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത്. അതായത് എറണാകുളത്തുള്ള ആലുവ ബ്രാഞ്ചിലേക്കും ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന ബ്രാഞ്ചിലേക്കുമാണ് ഇപ്പോൾ ഒഴിവ് കാര്യങ്ങൾ വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാവുന്നതാണ്. ആദ്യത്തേതായിട്ട് പറയുന്നത് പ്ലാന്റ് മാനേജർ പോസ്റ്റാണ്. ഇതിലേക്ക് 2 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ആലുവയിലേക്കും 2 കട്ടപ്പനയിലേക്കും. 2 സ്ഥലത്തേക്കും ഓരോരോ വേക്കൻസി വീതമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബിടെക് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. എം ബി എ ഏതെങ്കിലും ഫീൽഡിലുള്ള MBA ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആക്കി കണക്കാക്കുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് പറയുന്നത് 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ഫീൽഡിലെന്ന് പറയുമ്പോൾ പ്ലാന്റ് മാനേജർ തസ്തികയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സാണ്. 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1/1/2026 ആണ് ഏജ് കണക്കാക്കുന്ന തീയതി. അടുത്തത് കെമിസ്റ്റ് ആണ്. കെമിസ്റ്റിന് 2 വേക്കൻസിയാണുള്ളത്. ആലുവ ബ്രാഞ്ചിൽ 1, കട്ടപ്പന ബ്രാഞ്ചിൽ 1. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ MSc കെമിസ്ട്രി ആണ്. ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് വർഷമൊന്നും പറയുന്നില്ല, ജസ്റ്റ് എക്സ്പീരിയൻസ് ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മാത്രം ചോദിക്കുന്നുള്ളൂ. 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1/1/2026 ആണ് ഏജ് കണക്കാക്കുന്ന തീയതി. മൂന്നാമത്തെ വേക്കൻസിയായി പറയുന്നത് മൈക്രോബയോളജിയാണ്. അവിടെ 2 വേക്കൻസിയാണുള്ളത്. കട്ടപ്പന ബ്രാഞ്ചിൽ 1, ആലുവ ബ്രാഞ്ചിൽ 1. MSc മൈക്രോബയോളജിയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വർഷമൊന്നും എടുത്ത് പറയുന്നില്ല. 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1/1/2026 ആണ് ഇത് ഏജ് കണക്കാക്കുന്ന തീയതി. സ്റ്റോർ കീപ്പറാണ് അടുത്ത പോസ്റ്റ്. സ്റ്റോർ കീപ്പറിനും 2 വേക്കൻസി വീതമാണുള്ളത്. ആലുവ ബ്രാഞ്ചിൽ 1, കട്ടപ്പന ബ്രാഞ്ചിൽ 1. സയൻസിലോ കൊമേഴ്സിലോ ഉള്ള ഡിഗ്രിയാണ് ഇതിന് പറയുന്ന യോഗ്യത. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്റ്റോർ മാനേജ് ചെയ്തതിലോ അല്ലെങ്കിൽ സെയിൽസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ഫേമിലൊക്കെയുള്ള സെയിൽസ്മാൻ ആയിട്ടൊക്കെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു 3 വർഷത്തേതാണ് ചോദിക്കുന്നത്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1/1/2026 ആണ് ഏജ് കണക്കാക്കുന്ന തീയതി വരുന്നത്. അടുത്തത് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. അതിന് വരുന്നത് 2 വേക്കൻസിയാണ്. ആലുവ ബ്രാഞ്ചിൽ 1, കട്ടപ്പന ബ്രാഞ്ചിൽ 1. 12ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. ഇതിന് ചോദിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം വാഹനങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള പരിചയവുമാണ് ചോദിക്കുന്നത്. അതിന് പുറമെ ഓപ്പറേറ്റിംഗ് ഫോക്ക് ലിഫ്റ്റും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഒരു ഡിസൈറബിൾ ആക്കി കണക്കാക്കുന്നതായിരിക്കും. 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1/1/2026 ആണ് പ്രായം കണക്കാക്കുന്ന തീയതി. അടുത്തത് ഓപ്പറേറ്റർ വേക്കൻസിയാണ്. ഇതിന് റിക്വയർമെൻറ്റ്സിനനുസരിച്ചായിരിക്കും വേക്കൻസി. അതായത് എത്ര എണ്ണം എന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല. അവിടെ എത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയും വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ITI മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇതിലേതെങ്കിലും നിന്നുള്ള ITI ആണ് ചോദിക്കുന്നത്. അത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ITI മെക്കാനിക്കൽ ഫിൽറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. എക്സ്പീരിയൻസ് റിലേറ്റഡ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആക്കി കണക്കാക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ സമയത്ത് വെയിറ്റേജ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അതിന് 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത പോസ്റ്റ് വർക്കറാണ്. വർക്കറിനും ആസ് പെർ റിക്വയർമെൻറ്റ്സ് പ്രകാരമാണ് വേക്കൻസി കാര്യങ്ങൾ. എത്ര എണ്ണം കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഒഴിവിനനുസരിച്ച് അവിടെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും.
9ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിൻ്റെ വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ ജനറൽ ടൈപ്പ് വർക്കുകളും ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കുന്ന ആളായിരിക്കണം എന്ന് മാത്രമാണ്. പ്ലാന്റ് ഓപ്പറേഷൻസിൽ അസിസ്റ്റ് ചെയ്യണം, അതുപോലെ ട്രക്കിലേക്ക് ലോഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നതാണ് ഇതിന് ചോദിക്കുന്ന എക്സ്പീരിയൻസ്. 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് സൂപ്പർ പോസ്റ്റാണ്. സൂപ്പർ പോസ്റ്റിന് 2 വേക്കൻസിയാണുള്ളത്. ആലുവ 1, കട്ടപ്പന 1. 8ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. ഫിസിക്കലി ഹെൽത്തി ആവണം, എല്ലാ ടൈപ്പ് വർക്കും ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം, അത് മാത്രമാണ് അതിന് ചോദിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ്. 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1/1/2026 ആണ് ഏജ് തീരുമാനിക്കുന്ന തീയതി വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സമയം കാര്യങ്ങളൊന്നും നോക്കാം. ഓപ്പറേറ്ററിന് 25/2/2026 10:30ക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. എൻട്രി ടൈം വരുന്നത് 10 മണി മുതൽ 11 മണി വരെയാണ്. കെമിസ്റ്റിന് ഇൻ്റർവ്യൂ നടക്കുന്നത് 26/2/2026 10:30ക്കാണ്. എൻട്രി ടൈം വരുന്നത് 10 മണി മുതൽ 11 മണി വരെയാണ്. മൈക്രോബയോളജിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 26/2/2026 12 മണിക്കാണ്. എൻട്രി ടൈം 11:30 മുതൽ 12:30 വരെയാണ്. പ്ലാന്റ് മാനേജറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 26/2/2026 1:30ക്കാണ്. എൻട്രി ടൈം നടക്കുന്നത് 1:30 മുതൽ 2:30 വരെയാണ്. വർക്കറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 27/2/2026 10:30ക്കാണ്. എൻട്രി ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. സ്വീപ്പർക്ക് 27/2/2026 1:30ക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 1 മണി മുതൽ 2 മണി വരെയാണ് എൻട്രി ടൈം. സ്റ്റോർ കീപ്പർക്ക് 28/2/2026 10:30ക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 10 മണി മുതൽ 11 മണി വരെയാണ് അതിൻ്റെ എൻട്രി ടൈം. ഫോർലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് വരുന്നത് 28/2/2026 1:30ക്കാണ് വരുന്നത് ഇൻ്റർവ്യൂ. അതിൻ്റെ എൻട്രി ടൈം 1:30 മുതൽ 2:30 വരെയാണ്. ഇനി ഇത് എല്ലാ ഇൻ്റർവ്യൂസും കാര്യങ്ങളും നടക്കുന്നത് ഒരൊറ്റ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ വെന്യൂ ഒന്ന് നോക്കാം. ഓഫീസ് ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ജലഭവൻ, നിയർ കേരള വാട്ടർ അതോറിറ്റി, വെള്ളിയമ്പലം, തിരുവനന്തപുരം. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഓഫീസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതേ ദിവസം അവരവരുടെ പോസ്റ്റിനനുസരിച്ചുള്ള തീയതികളിൽ കൃത്യസമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് പോവേണ്ടതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൺസോളിഡേറ്റഡ് പേ കാര്യങ്ങളൊന്ന് നോക്കാം. പ്ലാന്റ് മാനേജർക്ക് 35,000 രൂപയാണ് സാലറി ആയിട്ട് കിട്ടുക. കെമിസ്റ്റിന് 22,500, മൈക്രോബയോളജിസ്റ്റിന് 22,500, സ്റ്റോർ കീപ്പറിന് 22,500, ഓപ്പറേറ്റർക്ക് 18,000, ഫോർലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് 18,000, വർക്കർക്ക് 13,000, സ്വീപ്പർക്ക് 13,000. ഇത്തരത്തിലാണ് ഇതിൻ്റെ മന്ത്ലി കൺസോളിഡേറ്റഡ് പേ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അതത് ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോവേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്